നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വില്ലേജ് പൂരം എന്നുള്ള ചാപ്റ്ററിലെ ബാലൻസ് ആക്ടിവിറ്റി ആണ്. നമ്മളതൊരു പാർട്ടായിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ആണ്, വീഡിയോ 2 ആണ്. അപ്പം നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് കയറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ്ടേ നമ്മൾ നിർത്തിയത് എവിടം വരെയാണ്? വാട്ട് ഡു ദ ഫോളോയിങ് വേർഡ്സ് സജസ്റ്റ് അല്ലേ? ഇതാണ് comes, sits, moves, claps, scrolls, falls, watches അല്ലേ? അവിടം വരെ നമ്മൾ നോക്കി. They suggest the general nature of habits of things, people in their movements. The words all are in the simple present form. Simple present ഫോമിലാണ് ഈ വേർഡ്സ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് now read the following passages. ഇനി തന്നിരിക്കുന്ന പാസേജ് വായിച്ചേ. The sun rises very late in this part. People wake up very late. My next door neighbor wakes up very early. Usually he gets up before 6 a.m. Then he goes to the news agents and buys the morning paper. Then he goes to the cafe, orders a cup of black coffee and reads the paper. After that he goes for a walk around the park and then returns home. എന്താണ് ഈ നൽകിയിരിക്കുന്നതിനകത്ത് എന്ത് ചെയ്യണം എന്നാണ് അത് താഴെ ക്വസ്റ്റ്യൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന പാസേജ് നന്നായിട്ട് വായിക്കുക. അതിൽ കുറേ ഏറെ വേർബ്സ് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വെർബ് എന്താണ്? ചെയ്യുന്ന ക്രിയ. റീഡ് ദ പാസേജ് എ ആണ്. റീഡ് ദ പാസേജ് അഗെയിൻ ആൻഡ് നോട്ട് ഹൗ ദ വേർബ്സ് ചേഞ്ച് വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളേ ഉള്ളൂ. അവൻ, അവൾ, ഞാൻ എന്നൊക്കെ ഉള്ള രീതി. ഇപ്പൊ ഞാൻ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അവൻ, അവൾ, അത് എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ? ഒരാളുടെ പേരൊക്കെ വെച്ച് പറയും. ഒരാള് സിംഗുലർ, സിംഗിൾ ആയിട്ടുള്ളതല്ലേ? അപ്പോൾ അതുപോലെ പ്ലൂറൽ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ആൾക്കാർ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നത് സിംഗുലറും പ്ലൂറലും ആകുമ്പോൾ വെർബിന് വ്യത്യാസം ഉണ്ടാക്കും. സിംഗുലർ ഒരാളാണെങ്കിൽ ഉപയോഗിക്കുന്ന വെർബ് ആയിരിക്കില്ല, വെർബിന്റെ ഫോം ആയിരിക്കില്ല പ്ലൂറൽ ആകുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹി സിങ്സ് വെൽ എന്ന് നമ്മൾ പറയും അല്ലേ? ഐ സിങ്സ് വെൽ എന്ന് ഞാൻ പറയില്ല, ഐ സിങ് വെൽ എന്നേ പറയൂ. വി ഡാൻസസ് വെൽ എന്നെനിക്ക് പറയാൻ പറ്റില്ല, വി ഡാൻസ് വെൽ എന്നേ പറയൂ. കാര്യം എന്താണ്? സിംഗുലർ ആകുമ്പോഴാണ് നമ്മൾ എസ് ഒ ഇ എസ് ഒ ഒക്കെ വെർബിന്റെ കൂടെ ചേർക്കുക, പ്ലൂറൽ ആകുമ്പം ചേർക്കില്ല. ഐ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആണ്. ഐ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് എടുക്കില്ല. ശ്രദ്ധിച്ചോണം. ഞാൻ എന്നുള്ളത് നോം, നമ്മൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ പണ്ടുള്ള ആ ഒരു അർത്ഥത്തിൽ അങ്ങ് എടുത്താൽ മതി കേട്ടോ. പ്ലൂറലായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ എപ്പോഴും വേർബ് പ്ലൂറൽ ഫോം തന്നെ യൂസ് ചെയ്യാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. അപ്പൊ ഇത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ എന്തും മനസ്സിലായി? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിനോട് എസും ഇ എസും ഒന്നും വേണ്ട, അതിന്റെ പ്യുവർ ഫോം തന്നെ എഴുതിയാൽ മതി. ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി ബോക്സ് നോക്കിയേ. വി യൂസ് വേക്ക്, ബേസ് ഓർ റൂട്ട് ഫോം വെൻ ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ. ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയും. അതായത് V1 കൂടെ എസും ഇസും ഇല്ലാത്ത ഫോമാണ് റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. അതായിരിക്കും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ചേർക്കുക. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവചനം. അപ്പൊ എന്തായിരിക്കും സിംഗുലറിന്റെ കൂടെ? വേക്സ് എന്ന് പറയുമ്പോൾ എസ് ഒ ഇ എസ് ഒ ചേർന്നിട്ടില്ലേ? വേക്സിന്റെ കൂടെ, വേക്കിന്റെ കൂടെ എസും കൂടെ ചേർന്നതാണ് വേക്സ്. വേക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലാണ് ചേർക്കുക. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് കണ്ടെത്തി. ഇനി റീറൈറ്റ് പാസേജ് 1 യൂസിംഗ് ദ പ്ലൂറൽ ഫോം ഇൻ ദ പ്ലേസ് ഓഫ് നെയ്ബർ ആൻഡ് ദേ ഇൻ പ്ലേസ് ഓഫ് ഹി. മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ വെർബ് ഫോംസ്. എന്താണ് ഇനി തന്നിരിക്കുന്ന ഈ പാസേജ് നമ്മൾ റീറൈറ്റ് ചെയ്യണം, ഒന്നും കൂടി മാറ്റി എഴുതണം. എങ്ങനെയാ? യൂസിംഗ് ദ പ്ലൂറൽ ഫോം ഇൻ പ്ലേസ് ഓഫ് നെയ്ബർ ആൻഡ് ദേ ഇൻ പ്ലേസ് ഓഫ് ഹി. നൈബറിന്റെ പ്ലൂറൽ ഇപ്പൊ നൈബേഴ്സ് എന്ന് പറഞ്ഞ് എഴുതണം. അതുപോലെ തന്നെ ദേ എന്ന് പറയുന്നത് എഴുതണം. എവിടെയാ? ഹി എന്ന് പറഞ്ഞ് തന്നില്ലേ? ഒരാളുടെ റുട്ടീൻ പറഞ്ഞില്ലേ? അയാളെ അവിടെ നമ്മൾ ഹി എന്നല്ലേ ഉപയോഗിച്ചിരുന്നേ? അപ്പൊ അത് മാറ്റി ദേ എന്നുള്ളത് ആക്കി മാറ്റണം. അപ്പൊ എന്തായി? സിംഗുലർ മാറി, എന്തായി? പ്ലൂറലായി മാറി. എസും ഇസും ചേർത്തെടുത്ത് വെർബിന്റെ റൂട്ട് ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ദ സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്. പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. മൈ നെക്സ്റ്റ് ഡോർ നെയ്ബേഴ്സ് വേക്ക് അപ്പ് വെരി ഏർലി. യൂഷ്വലി ദേ get up before 6 a.m. Then they go to. He ആണെങ്കിൽ ഗോസ് മതി അല്ലേ? they ആയതുകൊണ്ട് go. Then they go to the news agents and buy the morning paper. Then they go to the cafe,
read the paper. After that, they go for a walk around the park and then return home. Plural ആയപ്പം വെർബ് മാറി. ഓക്കെ, അപ്പം അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം കേട്ടോ. അടുത്ത നോക്കിയേ, സ്റ്റഡി ദ സെന്റൻസസ് ഗിവൺ ഇൻ പാസേജ് 1 അഗെയിൻ ആൻഡ് സേ വെദർ ദേ എക്സ്പ്രസ് ഹാബിറ്റ്സ് ഓർ ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ്, നമ്മൾ സെന്റൻസുകൾ പലതായിട്ട് നമുക്ക് പറയാമല്ലേ. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് ഹാബിറ്റ്. ജനറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയും ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്, കിഴക്കാണ്. അതുപോലെ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ, എന്താണ്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്താ, പ്രപഞ്ച സത്യങ്ങളാണ് അല്ലേ. ബാക്കിയുള്ളത് പിന്നെ എന്ത് പറഞ്ഞു, ഹാബിറ്റ്സും പറഞ്ഞു. എന്താണ്, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു റുട്ടീൻ, ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാബിറ്റും ജനറൽ ട്രൂത്തും ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് ദ സൺ റൈസസ് ലേറ്റ് ഇൻ ദിസ് പാർട്ട് എന്നുള്ളത് ഒരു ജനറൽ ട്രൂത്ത് ആണ്. സൺ ഇവിടെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് ഒരു ജനറൽ ട്രൂത്ത് ആണ്. സണ്ണിന്റെ ഹാബിറ്റ് ആണോ അത്? അല്ല. പീപ്പിൾ വേക്ക് അപ്പ് ലേറ്റ്, ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM എന്നൊക്കെ പറയുന്നത് എന്താണ്, ഹാബിറ്റ് ആണ്. അപ്പോൾ ദ സൺ റൈസസ് ലേറ്റ് ഇൻ ദിസ് പാർട്ട് ജനറൽ ട്രൂത്ത് ആണ്. പീപ്പിൾ വേക്ക് അപ്പ് ലേറ്റ് എന്നുള്ളത് ഹാബിറ്റ് ആണ്. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM അല്ലേ, 6 മണിക്ക് മുമ്പ് എണീക്കും എന്നുള്ളത് അയാളുടെ ഹാബിറ്റ് ആണ്. ഹി ഗോസ് ടു ദി ന്യൂസ് ഏജൻസ് ആൻഡ് ബൈസ് ദ മോർണിംഗ് പേപ്പർ, അതൊരു ഹാബിറ്റ് ആണ്. Then he goes to the cafe, habit ആണ്. Orders a cup of black coffee and reads the paper, habit ആണ്. After that he goes for a walk around the park and then returns home, habit ആണ്. അയാൾ ചെയ്യുന്ന അയാളുടെ ദിനചര്യ, അത് അയാളുടെ ഹാബിറ്റ് ആണ്. നമ്മൾ ഭൂമിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, ഹാബിറ്റ് നമുക്ക് മാറ്റാം അല്ലേ. ജനറൽ ട്രൂത്ത്സ് ആണ് മറ്റേതൊക്കെ. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ ഒരു ജനറൽ ട്രൂത്ത് നമുക്ക് ഉണ്ട്. ബാലൻസ് എല്ലാം വന്നിരിക്കുന്നത് ഏത് കാറ്റഗറിയാ, ഹാബിറ്റ്. അടുത്ത നോക്കിയ പാസേജ് 2 ആണ്. ഹിയർ ഇസ് എ ലേഡി ഹു ടോക്സ് അബൌട്ട് സം ഓഫ് ഹെർ ഹാബിറ്റ്സ്. ഇവിടെ ഒരു ലേഡി എന്ത് പറയുക, അവരുടെ കുറച്ച് ഹാബിറ്റ്സിനെ പറ്റി പറയുക. ഐ നെവർ വെയർ ചുരിദാർ, ഐ ഓൾവേസ് യൂസ് മേക്കപ്പ് വെൻ ഐ ഗോ ഔട്ട്, ഐ വെയർ എ ഹാറ്റ് വെൻ ഇറ്റ് ഇസ് കോൾഡ്, ഐ വെയർ ഗ്ലൗസ് only when I wash dishes, I usually wear glasses while driving and while watching television, I don't wear jeans very often. എന്താണ് അവരുടെ ഒരു രീതികൾ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, എൻ്റെ ശീലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തരിക. എന്തൊക്കെയാണ് അവർ പറയുന്നത്, ഞാൻ ചുരിദാർ ഇടില്ല, അതുപോലെ തന്നെ ഞാൻ പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ഇടുമോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം ചോദ്യം എന്താണില്ല, ഫൈൻഡ് ഔട്ട് ദ വെർബ്സ് ഇൻ ദ സിമ്പിൾ പ്രസന്റ് ലിസ്റ്റ്. അപ്പം അവർ ചെയ്യുന്നതിനകത്ത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വെർബ് ഏതൊക്കെയാണ് എന്നുള്ളത് എടുത്തെഴുതാനാണ് നമ്മുടെ ജോലി. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ടെൻസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗ്രാമർ വീഡിയോസ് ഒന്ന് കയറി നോക്കുക കേട്ടോ. ടെൻസ് എല്ലാം ഞാൻ ചെയ്ത് തീർത്തതാണ്. അപ്പോൾ എന്തായാലും V1 എന്നുള്ളതാണ് നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ എന്താണ് വെർബ് മാത്രം, ING ഇല്ല, ഹാസ്, ഹാവ് അങ്ങനെയുള്ള ഒന്നുമില്ലാതെ V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം, റൂട്ട് ഫോം, ബേസ് ഫോം അത് എഴുതുന്നതാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ആൻസർ, വേറുണ്ട്, യൂസ്, വാഷ്, ഗോ, ഇതെല്ലാം എന്താ സിമ്പിൾ പ്രസന്റാ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഗോയിങ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണോ? അല്ല, അതെന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഏത് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സെന്റൻസിന്റെ അപ്പുറം ഇപ്പുറം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അറിഞ്ഞുകൂടാത്തവരടുത്ത് ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ തന്നെ കാണണം എന്നില്ല, വേറെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കയറി കാണാം കേട്ടോ. അപ്പോൾ വേർ, യൂസ്, വാഷ്, ഗോ എന്നൊക്കെ ഉള്ളത് എന്താണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ ആണേ. ഇനി അടുത്തത് എന്താണ്, റീഡ് പാസേജ് 1 once again. ഇനി പാസേജ് 1 ഒന്നുകൂടി വായിച്ചേ. യു ഹാവ് റെഡ് ദ ഡെയിലി റുട്ടീൻ ഓഫ് ദ നൈബർ, നൗ ക്യാൻ യു സേ വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ. അപ്പൊ നിങ്ങൾ എന്ത് വായിച്ചിരുന്നു, നിങ്ങളുടെ നൈബറിന്റെ, നിങ്ങളുടെ അയൽക്കാരന്റെ ഒരു ദിവസം എങ്ങനെയാണ് അയാളുടെ റുട്ടീൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പറയുക, ഇന്നലെ അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എന്താ, ഏത് ടെൻസായി മാറിയപ്പോൾ, കഴിഞ്ഞു പോയതായതുകൊണ്ട് ഏത് ടെൻസാ, പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് പറയാം. എങ്ങനെ പറയാം, he got up at 6 AM, then he went to the news agents and bought the morning paper. എന്താണ്, ബൈ എന്നുള്ളത് ബോട്ട് ആകുന്നു, സിമ്പിൾ പ്രസന്റ് ആയിരുന്നു, അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റിയാൽ മതി. ഈസ് വാസ് ആകും. അതുപോലെ എന്താണ്, വെയർ, ആർ വെയർ ആകുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങൾ. അതുപോലെ വെർബിലും വ്യത്യാസം വരും. പ്രസന്റ് വെർബ് പാസ്റ്റ് വെർബായി മാറും, സിമ്പിളായിട്ട് മാറ്റാം. Then he went to the news agents and bought the morning paper. Then he went to the cafe, ordered a cup of black coffee and read the
paper. After that, he went for a walk around the park and then returned home. അല്ല, return ന്റെ past എന്താ? Returned home. ഓക്കെ, ഈസി ആണിത് കേട്ടോ. ടെൻസ് അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ടെൻസ് പഠിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. ചുമ്മാ ഓരോരുത്തർ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഭയങ്കര പാടാണെന്ന്. ഏറ്റവും എളുപ്പം പഠിച്ചെടുക്കാവുന്നതാണ് ടെൻസ്. ടെൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഈസിയാണ്. ഓക്കെ, അപ്പം മനസ്സ് വെച്ച് എന്നെ കൊണ്ട് പറ്റും എന്ന് കരുതി അങ്ങ് പഠിച്ചാൽ മതി. വളരെ എളുപ്പം നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, അടുത്തത് എന്താണ്? Now read the first paragraph of the story, The Wooden Cup again. Here are few sentences. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? വുഡൻ കപ്പ് ഒന്നുകൂടെ വായിച്ചേ. അതിൽ കുറച്ച് സെന്റൻസ് ഇതാ കിടക്കുന്നത്. റോബർട്ടിനോ loved his grandfather very much. പിന്നെ they spent much time together. അത് കഴിഞ്ഞ് അടുത്തത്, റോബർട്ടിനോ loved to sit on his grandfather's knee and listen. അപ്പം കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, റോബോട്ടിനോടെ ഗ്രാൻഡ് ഒക്കെ. The sentences refer to some habits that they had in the past. അല്ലെ, കഴിഞ്ഞു പോയ കുറച്ച് സംഭവങ്ങളാണ്. റോബോട്ടിനോയും ഗ്രാൻഡ് ഫാദറും കൂടെയുള്ള കഴിഞ്ഞു പോയ സംഭവങ്ങളാണ് നൽകിയിരിക്കുന്നത്. The simple past form is used here. അതിനെന്താ ഉപയോഗിച്ചേ? സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചത്. Read another passage from the same story. ഇനി വീണ്ടും നൽകിയിരിക്കുക എന്താണ്? ഈ സ്റ്റോറിയിൽ തന്നെയുള്ള വേറൊരു പാസേജ് ഇതാ നൽകിയിട്ടുണ്ട്. One night at dinner, grandfather lifted his cup to drink his coffee, but his poor old hands shook so much that the coffee spilled on the clean white tablecloth. അതിനകത്തുള്ള നമ്മൾ പഠിച്ചതാണ്. കൈ വറച്ചിട്ട് ആ കോഫി അതിൽ വീഴുന്നില്ലേ ടേബിൾ ക്ലോത്തിൽ, നമ്മൾ പഠിച്ചു. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ. നൽകിയിരിക്കുന്ന വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ലൈൻസ് ഏതൊക്കെ വേർഡ്സാ? ലിഫ്റ്റഡ്, ഷൂക്ക് ആൻഡ് സ്പിൽഡ്. അത് 3 എണ്ണം. ഡു ദീസ് സജസ്റ്റ് പാസ്റ്റ് ഹാബിറ്റ്സ്? പാസ്റ്റിൽ നടന്ന ഹാബിറ്റ്സ് ആണോ അത് കാണിക്കുന്നത്? ദീസ് വേർഡ്സ് ഡു നോട്ട് റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സ്. എന്താണ്? സ്ഥിരമായിട്ട് ചെയ്യുന്നതാണോ? അല്ല, വല്ലപ്പോഴും ഒരു അബദ്ധത്തിൽ പറ്റിയതാണ്. അപ്പൊ അത് ഹാബിറ്റ് അല്ല. സ്ഥിരം ചെയ്താൽ നമുക്ക് ഹാബിറ്റ് എന്ന് പറയാം അല്ലേ. അപ്പൊ എന്താണ്? പാസ്റ്റ് ഹാബിറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഷോ വാട്ട് ഹാപ്പൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. പക്ഷേ എന്താണ്? ഒരു പാസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. Pick out from the story The Wooden Cup the verbs that show habits and the verbs that show the things that happened at a specific point of time in the past. അപ്പോൾ നമ്മൾ എന്താണ്? ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ എന്തോ ചെയ്യാറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഹാബിറ്റ്സ് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ എന്തും എഴുതണം? സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ പാസ്റ്റിലെ ഒരു പ്രത്യേക സമയത്ത് ചെയ്ത ആക്ഷൻസും പ്രത്യേകമായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ പാസ്റ്റ് ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? റോബർട്ടിനോ loved, they spent much time together, were good friends, never said a word എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായിട്ട് എഴുതാം? പാസ്റ്റിലെ ഹാബിറ്റ്സ് ആണ്. പിന്നെ നടന്നുപോയ സംഭവങ്ങൾ, പാസ്റ്റിൽ അബദ്ധത്തിലൊക്കെ പറ്റിപ്പോയ ചില കാര്യങ്ങളാണ്. കപ്പ് ബ്രോക്കായത്, ലിഫ്റ്റഡ് ഹിസ് കപ്പ്, പിന്നെ ഹിസ് ഹാൻഡ്സ് ഷൂക്ക്, സ്പോക്ക് ആംഗ്രിലി തുടങ്ങിയതൊക്കെ എന്താണ്? അബദ്ധത്തിൽ പറ്റിപ്പോയ സംഭവങ്ങളാണ് അല്ലേ. ഇനി ലുക്ക് അറ്റ് ദ വേർഡ്സ് ലിഫ്റ്റഡ് ആൻഡ് ഷൂക്ക്. വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട് ദം? അപ്പൊ ലിഫ്റ്റഡും ഷൂക്കും നോക്കിയേ, രണ്ടും 2 ആണ് അല്ലേ. 2 അർത്ഥമാണെന്നുള്ളതല്ല, 2 രീതിയിലുണ്ടായ വാക്കുകളാണ്. ലിഫ്റ്റിന്റെ പാസ്റ്റ് ആണ് ലിഫ്റ്റഡ്. അപ്പൊ ലിഫ്റ്റിന്റെ പാസ്റ്റ് ഉണ്ടാക്കാൻ ലിഫ്റ്റിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു? ഡിയും കൂടി അല്ലെങ്കിൽ ഇഡിയും കൂടി ആഡ് ചെയ്തു. ഇഡിയും കൂടി ആഡ് ചെയ്തപ്പോൾ ലിഫ്റ്റ് എന്തായി? ലിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രസന്റ് ലിഫ്റ്റഡ് എന്നുള്ള പാസ്റ്റ് ആയി മാറി അല്ലേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ആണ്. അതിനെ പാസ്റ്റ് ആക്കാനായിട്ട് ലിഫ്റ്റ് എന്ന വേർഡിന്റെ കൂടെ ഇഡിയും കൂടെ ആഡ് ചെയ്തപ്പോൾ ലിഫ്റ്റഡ് എന്നുള്ളതായി. അതെന്തായി മാറി? പാസ്റ്റ് ആയി മാറി. അടുത്ത വാക്ക് ഏതാ? ഷൂക്കാണ്. ഷേക്ക് എന്ന് പറയുന്ന, നമ്മൾ പറയില്ലേ ഹാൻഡ് ഷേക്ക് ചെയ്തു കുലുക്കി എന്ന് പറയില്ലേ, ഷേക്കിന്റെ കൂടെ ഇഡിയും കൂടെ ആഡ് ചെയ്ത് ഷേക്കടെന്നാണോ ആക്കിയത്? അല്ല, വേർഡ് തന്നെ അങ്ങ് മാറി. ഷേക്ക് എന്തായി മാറി? ഷൂക്കായി മാറി. അങ്ങനെ 2 തരത്തിലുണ്ട് നമ്മൾ പറയുന്ന വേർബ്സ് മാറ്റുന്നത്. അപ്പൊ നോക്കിയേ, ലിഫ്റ്റഡ് എന്ന് പറഞ്ഞത് എന്താണ്? ലിഫ്റ്റ് എന്ന് പറയുന്നതിനെ ലിഫ്റ്റഡ് ആക്കി, അത് റെഗുലർ വെർബാണ്. അതുപോലെ തന്നെ ഷൂക്ക്, ഷേക്കിനെ നമ്മൾ എന്താക്കി മാറ്റി? ഷൂക്കായി മാറി. അതെന്താണ്? ഇറഗുലർ വെർബാണ്. അപ്പം ഞാൻ V1 V2 V3 പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഡെയിലി ഇടണമെന്ന് വിചാരിച്ചതാണ്, ഇടയ്ക്കൊന്ന് മുടങ്ങി. ഇനിയും വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ഇടും. അപ്പം നിങ്ങൾക്ക് ഒരു വെർബിൻ്റെ പാസ്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കാം. അപ്പം ഇട്ട് തരുമ്പോൾ തന്നെ അത് പഠിച്ച് പോകണം. ഞാൻ 10 വാക്ക് വെച്ചേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്തത് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്താ സംഭവം? റെഗുലർ വെർബും ഇറഗുലർ വെർബുമാണ്. വാക്കിൻ്റെ കൂടെ തന്നെ ഇഡിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് റെഗുലർ വെർബും, വാക്കിൽ തന്നെ വ്യത്യാസം വരുത്തി എഴുതുന്നത് ഇറഗുലർ വെർബുമാണ് കേട്ടോ. അടുത്ത സി നോക്കിയേ, റീഡ് ദി പോയം
somebody's mother, and the story the wooden cup once again, and pick out the verbs in the past, classify them as regular verbs or irregular verbs. അപ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ വായിക്കണം? സംബഡീസ് മദറും വുഡൻ കപ്പും ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്നും എന്ത് കണ്ടെത്തുക? റെഗുലർ വേർബും ഇറഗുലർ വേർബും കണ്ടെത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ച് നമുക്ക് കണ്ടെത്താൻ എളുപ്പമല്ലേ? രണ്ടെണ്ണം പറയട്ടെ. വെയിറ്റ്, വെയിറ്റഡ്. എന്താണ്? വെയിറ്റിന്റെ കൂടെ ഇടിയും കൂടെ ആഡ് ചെയ്തു, വെയിറ്റഡ്. ഇനി ഡ്രോപ്ഡ്, ഡ്രോപ്പ് എന്നുള്ളതിന്റെ കൂടെ PEDയും കൂടെ ആഡ് ചെയ്തപ്പോൾ ഡ്രോപ്ഡ് ആയി. അത് എന്താണ്? റെഗുലർ ആണ്. ഇറഗുലർ പറയട്ടെ. നേരത്തെ പറഞ്ഞ ഷേക്ക് ഷൂക്കായി. അതുപോലെ തന്നെ ഗോ എന്നുള്ളത് വെന്റ് ആയി. അതെന്താണ്? ഇറഗുലർ വെർബാണ്. അപ്പം മനസ്സിലാവാത്തവരടുത്ത് എന്താ പറയാ? വെർബ് V1, V2, V3 പഠിക്കണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബുക്സിലൊക്കെ ഉണ്ടാകും അല്ലാതെയും. അപ്പം അതൊക്കെ എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിയേ. ഹിയർ ഈസ് എ പോയം ഫോർ യു ടു സിംഗ്. നിങ്ങൾക്ക് പാടാൻ ദാ ഒരു കവിത. fill in the blanks using the correct form of the words given in brackets. അപ്പോൾ അതാണ്ട് കവിതയിൽ ഇടയ്ക്ക് ഡാഷ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഏതോ ഒരു വെർബും തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഫോം എന്താണെന്ന് എഴുതുക. അപ്പോൾ the little girl put on her coat, she picked up her heavy basket, she went out of the cottage. അപ്പോൾ എങ്ങനെ മനസ്സിലായി? little girl put on her coat and she picked. അപ്പോൾ ഏത് ടെൻസാ? പാസ്റ്റ് ആണ്. അപ്പം ഇനി അങ്ങോട്ട് എഴുതുന്നതും പാസ്റ്റിൽ എഴുതാം. എങ്ങനെയായി? ഗോ വെന്റ് ആയി. ആൻഡ് walked along the path. She looked up at the green trees. She listened to the birds singing. She whistled happily. Suddenly she saw a beautiful flower. See the past is saw. She smiled and knelt down. Then she picked up the flower and she looked up and saw a big bad wolf with long ears and long teeth. She screamed and ran away. She walked and walked and walked. She walked and walked and walked. She dashed very tired and very hungry. She got very tired and very hungry. Then she saw her grandmother's cottage. She knocked 3 times on the door. A deep voice said, "Come in, my dear." അതെന്ത് തന്നെയാ? come in, കയറി വരൂ എന്നുള്ളത് നമുക്ക് come in എന്താണ്? എന്തിലാ കൊടുത്തിരിക്കുന്നേ? കയറി വരൂ എന്നുള്ളത് കോമാസ്, ഇൻവേർട്ടഡ് കോമാസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. She opened the door and went in. The girl saw an old lady in bed. The old lady had a bonnet on her head, but she had long ears and long teeth. എന്താ കാര്യം? ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ കം എന്തുകൊണ്ട് വന്നു? അപ്പം ഞാനൊരു കാര്യം പറയുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ഇങ്ങനെ ഇൻവേർട്ടഡ് കോമാസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ മാറ്റമൊന്നും വരുത്താതെ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറയും. റിപ്പോർട്ട് ചെയ്യാതെ ഡയറക്റ്റ് സ്പീച്ചായിട്ട് തന്നെ എഴുതുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പാടില്ല? അത് വ്യത്യാസം വരുത്താൻ പാടില്ല. കുറേ റൂൾസ് ഉണ്ടല്ലേ, കുറേശ്ശെ പഠിച്ചു വരാം. ഇനി എന്താണ്? ബി, റീറൈറ്റ് ദ പോയം ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി. ഇനി അതൊരു സ്റ്റോറി ആക്കി മാറ്റിയേ. എളുപ്പമല്ലേ? എങ്ങനെയാണ്? ഒരു ലിറ്റിൽ ഗേൾ ഉണ്ടായിരുന്ന കാര്യം പറയണം. ഒരു ദിവസം അവൾ എന്ത് ചെയ്തു? കോട്ടിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? picked up her heavy basket and went out of the cottage. പിന്നെ as she walked along the path എന്ത് കണ്ടു? she looked up at the green trees and listened to the birds singing. She felt very happy and whistled happily. അതൊക്കെ ആ ലൈൻസ് തന്നെ എങ്ങനെ എഴുതിയാൽ മതി, അവൾ സന്തോഷിച്ച കാര്യമൊക്കെ. Suddenly she saw a beautiful flower. She smiled and knelt down and picked up the flower. Then she looked up and saw a big bad wolf with long ears and long teeth. അതേ വരികൾ തന്നെയാ. She screamed and ran away. She walked for a long time and got very tired and hungry. Then she saw her grandmother's cottage. She knocked 3 times on the door. Then a deep voice said, "Come in, my dear." The little girl opened the door and went in. She saw an old lady in bed. She had a bonnet on her head and a long ears and teeth. അത് ആ തന്നിരിക്കുന്ന പോയം തന്നെ നമ്മൾ ഇങ്ങോട്ട് എന്താക്കി എഴുതി? കഥയാക്കി എഴുതി. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞ് സെൻറ്റൻസ് ആക്കി എഴുതുക. അപ്പം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലാകണം. ഓക്കെ, അപ്പോൾ കവിത വായിക്കുക, അത് ഏത് ടെൻസിലാണെന്ന് നോക്കുക, അതനുസരിച്ച് സെൻറ്റൻസ് എവിടെ ഫുൾ സ്റ്റോപ്പ്, എവിടെ കോമ, എവിടെ ഇൻവേർട്ടഡ് കോമാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അത് വായിച്ചിട്ട് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലായവർക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതി പോകാനായിട്ട് പറ്റും. ഓക്കെ, എന്തായാലും ഇത് എഴുതുക.
ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം എന്താണ് സിംഗുലറും പ്ലൂറലും തുടങ്ങിയ കാര്യങ്ങൾ, വെർബിൻ്റെ 3 ഫോമുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്, ഞാനത് സ്ഥിരം പറയാറുള്ളതാണ്, കുറേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് V1, V2, V3 ഒക്കെ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും നിൽക്കട്ടെ, നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടാം. ഇത് തന്നെ ഏകദേശം 20 മിനിറ്റിന് മുകളിലായിട്ടുണ്ടാവും. അത്രയും ആയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം ഒട്ടും താമസിക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യൂണിറ്റും കൂടി നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല മിടുക്കരായിട്ടിരിക്കുക, മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.